എന്നാ ഒരു കാര്യം ചെയ്യും സതീഷിനായിട്ട് ഒന്ന് ഞാൻ പോയിട്ട് ചായ ഹോട്ടലുണ്ടോ? ആയിക്കോട്ടെ, ഞാൻ സാറിനോട് ഓക്കെ ഉണ്ട്. നമുക്ക് ചായ കുടിച്ച് നിൽക്കുമ്പോഴേ സാർ കൊണ്ട് വരും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതിപ്പോ പറയുടെ ആവാതിരിക്കുക എന്താണെങ്കിൽ ചെയ്തോട്ടെ. കച്ചവടം നടത്തേണ്ട കാര്യം നോക്കിയാൽ മതി. നമ്മൾ എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യാൻ നോക്കട്ടെ. എനിക്ക് അതിന്റെ മേലൊന്നും പോയി കിട്ടിയ അത് മതി. ധൈര്യമായിട്ട് മേടിച്ചോളൂ കേട്ടോ. ശരി കേട്ടോ. ശരി സാർ. ശരി ശരി. ഇത്രയും പ്രതീക്ഷില്ല. എടോ, അത് തണ്ണീർത്തടം പദ്ധതിയിൽ പെട്ടതൊന്നല്ല. അത് നമുക്ക് പൊരയിടാക്കാം. അത് മതി. ഒരു കാര്യം പറയട്ടെ, നിങ്ങളിത് വേണ്ട പോലെ ചെയ്യുന്ന എനിക്കറിയാം. എന്നാലും ഇവിടെ പറഞ്ഞാൽ കേട്ടപ്പോഴേ ആൾ പുതിയതാ തോന്നൂല്ലേ? പുതിയ ആളാണ്. ഞങ്ങൾ ആകെ വേർച്ചു. അവളെ ഒരുപാട് പഠിക്കാണ്ട് കുട്ടിയെ ജീവിക്കാൻ പഠിക്കട്ടാ. ഞങ്ങളേ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ പേപ്പർ വീണ്ടും ശരിയായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ വിലല്ലേ. സാറേ സന്തോഷായി. പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പൈസ നേരെ മന്മതാ. ഓ, നീ എന്താ ഈ വഴിക്ക്? അയ്യോ, ഞാൻ വഴി തെറ്റി വന്നതാന്ന്. എന്റെ 4 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അത് ഞാനങ്ങ് വിറ്റു. അയ്യോ, വല്ലാത്ത ചതിയായി പോയി കേട്ടോ. അത് ആമ്പിള്ളാര് കൊണ്ടുപോയി. നീ അന്ന് സെന്റിന് എത്ര വില പറഞ്ഞത്? 6000. 6000 വില. നോക്ക്, ഇപ്പൊ എനിക്ക് 8 രൂപ വില കിട്ടി. 4 32 രൂപ ബാഗില്. കോൾ അടിച്ചല്ലോ. കോളടിച്ച്. ഓ, എടാ പൊട്ടങ്ങോളാപ്പാ, നിന്റെ സ്ഥലം മേടിച്ച ഈ ദുബായിക്കാരനുണ്ടല്ലോ, അത് എന്റെ സ്വന്തം ആളാടാ. കുന്തം. എടാ, നിന്റെ കയ്യിലിരിക്കുന്ന ആ കാശില്ലേ എന്റെ കാശാ. എന്റെ കാശ് തന്നാ ഒരു സ്ഥലം നിന്റെ മേടിച്ചേ. നീ എനിക്ക് സ്ഥലം തരികയല്ലേ? നീ എന്നെ വെല്ലുവിളിച്ചല്ലേടാ. എടാ ശീതള, നീ എന്താണ് ആളെ പറ്റിച്ചാണ്? മന്മഥൻ സ്ഥലം വിൽക്കരുത് മാത്രമേ സത്യശീലം പറഞ്ഞിട്ടുള്ളൂ. നമ്മള് വിറ്റത് ഇയാൾക്കാണ്. അതിന് എനിക്കെന്താണ്? അയാൾ തിരിച്ചു വിറ്റോട്ടോ. നമ്മളെന്താ ചെയ്യുന്നത്? എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ? നിങ്ങക്ക് കറക്റ്റ് കാശ് കിട്ടിയില്ല, പിന്നെന്താണ്? പിന്നെ മണ്ടണ്ട. കൈയിട്ടല്ലോ. കിട്ടിയ കാശ് കൊണ്ട് പോവാൻ നോക്ക്. കെട്ടിനെ വിളിച്ചല്ലോ, പോവാൻ നോക്ക്. എന്റെ ആളുകളാ. അപ്പൊ ശീതള, ഈ കേസ് അവിടെ നിൽക്കട്ടെ. ശരി. അപ്പൊ ഇനി നമ്മൾ തമ്മിലുള്ള ഇടപാട്. അപ്പൊ 32,000 രൂപ നിങ്ങൾ ചെലവാക്കിയതും പോയിട്ട് ബാക്കി നിങ്ങളുടെ ചെലവിലുള്ള കാശും കൂടെ ചേർത്ത് 50,000 രൂപയുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ നടത്തിയാലോ? അങ്ങനെയാണ്. അല്ല, നമുക്ക് ഞാനും ഇയാളുമായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്താം. ആയിക്കോട്ടെ, സംഭവം പിടുത്തം കിട്ടിയില്ല. അല്ല ശീതള, ഇത് നമ്മൾ അഡ്വാൻസ്. അപ്പൊ കുഴപ്പമില്ല. അഡ്വാൻസോ? എന്താണ് അതെങ്ങനെ? എങ്ങനെയാന്ന് ചോദിച്ചാൽ 1 ലക്ഷം സെന്റിന് അപ്പൊ 4 സെന്റ് 4 ലക്ഷം രൂപയില്ലേ അതിന്റെ അഡ്വാൻസ്. ബാക്കി കാശ് കൊടുക്കി. 4 ലക്ഷം രൂപ നിങ്ങൾ എന്തോന്നായി പറയുന്നത്? എന്താണ്? സെന്റിന് 1 ലക്ഷം രൂപ ഉണ്ടാവുമ്പോൾ 4 സെന്റിന് 4 ലക്ഷം രൂപ ഉണ്ടാവൂലേ? അതെ, സെന്റിന് വെറും 8,000 രൂപ വെച്ചാൽ നമ്മുടെ സത്യശീലന്റെ സ്ഥലം മേടിച്ച. മന്മഥ, അത് നിലോ. ഇത് പറയടാ. അത് വേ, ഇത് റേ. മന്മഥനെ അവന്മാര് പറ്റിച്ച് കണ്ട.